ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്ന്. പക്ഷേ ഇപ്പോൾ ചെലവ് വെട്ടിക്കുറയ്ക്കുകയാണ് ഖത്തർ. ഇറാൻ അമേരിക്ക സംഘർഷം 6 മാസത്തോളം നീണ്ടു നിൽക്കുന്നതിനിടയിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലായെന്നാണ് ഖത്തറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അനുവദിച്ച ബജറ്റിൽ ഖത്തർ 30% വരെ വെട്ടിക്കുറച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളിൽ 85% വരെ കുറവ് വരുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട തിരിച്ചടി എന്നത് LNG ഉൽപ്പാദനവും കയറ്റുമതിയും തടസ്സപ്പെട്ടത് തന്നെയായിരുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായിട്ടുള്ള അൽ ഉദൈദ് ഖത്തറിലാണ്. ഇവിടെ 10,000-ലധികം അമേരിക്കൻ സൈനികർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയെയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ തിരിച്ചടികൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഖത്തറിലെ പ്രധാനപ്പെട്ട വാതക ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് കൂടുതൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഖത്തർ LNG ഉൽപ്പാദനം പോലും താൽക്കാലികമായി നിർത്തിവെച്ചു. ഹോർമുസ് പാതയിലെ തടസ്സവും ഖത്തറിന്റെ പ്രധാന കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 2026 ഖത്തറിന്റെ മൊത്തം ബജറ്റ് എന്നത് $6,100 കോടി. യുദ്ധം നീണ്ടാൽ അടുത്ത വർഷം കൂടുതൽ ചെലവ് ചുരുക്കലിലേക്ക് രാജ്യം പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ വർഷം ഖത്തറിന്റെ GDP 8.6% വരെ ചുരുങ്ങാമെന്നുള്ള പ്രവചനവും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇത് തുടർന്നാൽ GCCയിലെ വൻകിട വികസന പദ്ധതികൾക്ക് തിരിച്ചടി ഉണ്ടാകാം. ദോഹയിൽ നിന്നും റിയാദിലേക്കുള്ള റെയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ ജോലി സാധ്യതകളെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചേക്കും. ഹോർമുസിലെ യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഖത്തറിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വീണ്ടും ശ്വാസം കിട്ടുകയുള്ളൂ എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ സംഘർഷം നീണ്ടുപോയാൽ സമ്പന്നമായ ഈ ഗൾഫ് രാജ്യത്തിന്റെ ഖജനാവിലും യുദ്ധത്തിന്റെ ആഘാതം കൂടുതൽ ആഴത്തിൽ പ്രതിഫലിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.